ന്യൂ മെക്സിക്കോയിലെ സാന്റാഫേയിലെ ലൊറേറ്റോ ചാപ്പലിൽ അത്ഭുതകരമായ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അസാമാന്യമായ കരവിരുതിൻ്റെയും അത്ഭുതത്തിൻ്റെയും പ്രതീകമായ ആ സ്റ്റെയർ കേസ് സെൻറ്റ് ജോസഫ് സ്റ്റെയർ കേസ് എന്നറിയപ്പെടുന്നു. ആ സ്റ്റെയർ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ഇന്നും അഴിയാക്കുരുക്കായി തുടരുന്നു. സാന്റാഫേ ലൊറേറ്റോ ചാപ്പലിലെ ആ സ്റ്റെയർ കേസ് പണിത ആശാരി ആരായിരുന്നു? മരം ഏതായിരുന്നു? എവിടെ നിന്ന് കൊണ്ടുവന്നു? 33 പടികളുള്ളതും 360 ഡിഗ്രിയിൽ 2 വളവുകളുള്ളതും യാതൊരു സെൻട്രൽ സപ്പോർട്ടും ഇല്ലാത്തതുമായ ഈ സ്പൈറൽ സ്റ്റെയർ കേസിൻ്റെ ഫിസിക്സ് എന്താണ്? ഈ 3 കാര്യങ്ങളാണ് ഇന്നും രഹസ്യമായി നിലകൊള്ളുന്നത്. നിരവധി പുസ്തകങ്ങളും ടെലിവിഷൻ പ്രോഗ്രാമുകളും സിനിമകളും സെൻറ്റ് ജോസഫ് സ്റ്റെയർ കേസിനെ ചുറ്റിപ്പറ്റി ഇറങ്ങിയിട്ടുണ്ട്. 20 അടി ഉയരമുള്ള ഈ സ്റ്റെയർ കേസിൻ്റെ ഭാരം മുഴുവൻ താഴത്തെ കാലിൽ മാത്രമാണ് താങ്ങി നിർത്തുന്നത്. യാതൊരു സെൻട്രൽ സപ്പോർട്ടും ഇല്ലാതെ അതെങ്ങനെ നിന്നു പോകുന്നു എന്നതാണ് അതിശയം. 1852 സാന്റാഫേയിലെ ബിഷപ്പിൻ്റെ കൽപ്പന പ്രകാരം ജീൻ ബാപ്റ്റിസ്റ്റ ലാമി എന്ന ആർക്കിടെക്റ്റാണ് ചാപ്പൽ ഓഫ് അവർ ലേഡി ഓഫ് ലൈറ്റ് പണിതത്. തൻ്റെ രൂപതയിൽ സ്കൂളുകൾ തുടങ്ങുവാനെത്തിയ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ എന്ന സന്യാസ സഭയ്ക്ക് വേണ്ടിയാണ് ആ ചാപ്പൽ പണിതത്. ദേവാലയം പണി കഴിഞ്ഞപ്പോൾ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നം അവശേഷിച്ചു. ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും 20 അടി ഉയരത്തിലുള്ള കൊയർ റൂമിലേക്ക് കയറുവാൻ സ്റ്റെയർ കേസ് ഇല്ല. ഡിസൈനിൽ വന്ന വലിയ ഒരബദ്ധം. ചാപ്പൽ പണി കഴിഞ്ഞപ്പോഴേക്കും അത് പണിത ആർക്കിടെക്ട് മരിച്ചു പോവുകയും ചെയ്തു. സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസ് പണിതാൽ ചാപ്പലിൽ പിന്നെ ചുരുക്കം പേർക്കേ ഇരിക്കാനിടമുണ്ടാവൂ. പിന്നെയുള്ള ഒരു മാർഗം കൊയർ റൂം പൊളിച്ചു കളയുകയാണെന്നും ബിൽഡർമാർ സിസ്റ്റേഴ്സിനെ അറിയിച്ചു. എന്തൊക്കെയാണെങ്കിലും സിസ്റ്റർമാർ കൊയർ റൂമിലേക്ക് ഒരു സ്റ്റെയർ കേസ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. ഒരു മാർഗം കണ്ടെത്താനാവാതെ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ കന്യാസ്ത്രീകൾ കാർപ്പൻ്റർമാരുടെ മധ്യസ്ഥനായ സെൻറ്റ് ജോസഫിൻ്റെ നൊവേന ചൊല്ലാൻ ആരംഭിച്ചു. നൊവേന തീർന്ന ദിനം ചാപ്പലിന് മുന്നിൽ ഒരു മനുഷ്യനെത്തി. സിസ്റ്റർമാരോട് പറഞ്ഞു, സ്റ്റെയർ കേസ് ഞാൻ പണിയാം. പക്ഷേ ഒരു നിബന്ധന മാത്രം, പണി കഴിയുന്നത് വരെ അത് രഹസ്യമായിരിക്കും. ആരും ചാപ്പലിനുള്ളിലേക്ക് വരരുത്. എന്തായാലും സിസ്റ്റർമാർ സമ്മതം മൂളി. ആ അപരിചിതനായ മനുഷ്യൻ ദേവാലയത്തിൽ കടന്ന് വാതിലടച്ചു. ഒരു വാളും സ്ക്വയറും മറ്റേതാനും ചെറിയ ടൂളുകളും മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 3 മാസം കഴിഞ്ഞ് പണി പൂർത്തിയാക്കി 1 പൈസ പോലും കൂലി വാങ്ങാതെ ആ മനുഷ്യൻ അപ്രത്യക്ഷനായി. ആ സ്റ്റെയർ കേസ് പണിയുവാൻ മരം എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നോ തൻ്റെ കൂലി ഇത്രയാണെന്നോ ഒന്നും പറയാതെ ആശാരി മുങ്ങി. ആ സ്റ്റെയർ കേസ് പണിയുവാൻ ആണിയോ പശയോ ഒന്നും ഉപയോഗിച്ചിട്ടുമില്ല. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നിർമ്മാണ രീതി ആയിരുന്നില്ല അത്. മനുഷ്യന് അസാധ്യമായ ഒരു കാര്യമാണ് അതെന്ന് എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അതാരാണ് പണിതെന്ന് കണ്ടുപിടിക്കാൻ സിസ്റ്റേഴ്സിനോ മറ്റുള്ളവർക്കോ ആയില്ല. ആളെ കണ്ടെത്താൻ പത്രത്തിൽ പരസ്യം വരെ ചെയ്തു. ഞാനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് പണം വാങ്ങാൻ ആരും എത്തിയില്ല. ഐതിഹ്യമനുസരിച്ച് 33 ചവിട്ടുപടികളുള്ളതും കരവിരുതിൻ്റെ അങ്ങേത്തലയുമായ ആ സ്റ്റെയർ കേസ് പണിതത് വിശുദ്ധ യൗസേപ്പാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ടാണ് യൗസേപ്പ് പിതാവ് ആ സ്റ്റെയർ കേസ് പണിതു തന്നതെന്ന് അന്നും ഇന്നും ലൊറേറ്റ സിസ്റ്റേഴ്സ് വിശ്വസിച്ചു പോരുന്നു.